Hi friends, welcome to Build from Zero. This is actually our coding video. But already Golang in the tutorial series fully complete video. That's why Golang in a curious side of video. Mainly I video channel curious side of subscribers and any other guidance. So next channel this Jin into video. Jin web framework ആണ് ഗോലാങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് വേറെ കുറച്ച് പാക്കേജസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല, പക്ഷേ ഒന്ന് ഫെമിലിയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഓരോ കോഡിംഗ് പാറ്റേൺസും ഓരോ കോഡിംഗ് സ്റ്റൈൽസും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ഫെമിലിയർ ആവാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കുള്ളത് ജിൻ എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. ഞാൻ അതിൻ്റെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി പൈത്തണിൻ്റെ ഫ്ലാസ്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് API പോലത്തെ തന്നെ ഒരു വെബ് ഫ്രെയിംവർക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു വെബ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു API ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ ബാക്കെൻഡ് ക്രിയേറ്റ് ചെയ്യണം ഇൻ ഗോലാങ്. അപ്പോൾ അതിൻ്റെ APIs ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രെയിംവർക്കാണ് ജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തൊട്ട് മുമ്പത്തെ ഗോലാങ് ട്യൂട്ടോറിയൽ സീരീസിന് ഒരു 15 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നവർക്ക് ഈ ഗിന്നിൻ്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽസ് നോക്കിക്കഴിഞ്ഞാൽ അത് ക്യാച്ചപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഫുൾ സീരീസ് ചെയ്യുന്നതായിരിക്കും ഇത് കഴിഞ്ഞിട്ട്. സോ അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് 75,000 സ്റ്റാർസ് ഉണ്ട് ഗിറ്റ്ഹബിൽ. ദെൻ ഇത് ഓൾമോസ്റ്റ് all big companies they are investing heavily on Go. So ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന ഒരു വെബ് ഫ്രെയിംവർക്കാണ് ജിൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കിത് ഇതിൻ്റെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളൊരു API ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. വിത്തിൻ ലൈക്ക് 5 or 6 ലൈൻസ് ഓഫ് കോഡിൽ നമുക്കൊരു ഫുൾ സെർവർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അതിനെ റൺ ചെയ്തേക്കാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ചെക്ക് ഒരു ലൈബ്രറി ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ലൈബ്രറി അല്ല, ഇത് ഡോക്കറിൻ്റെ ഗിറ്റ്ഹബ് പേജാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഗോ വെച്ച് ചെയ്തേക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരേ എന്താ പറയുക ഒരു ലൈബ്രറീസ് ആയിരിക്കാം, ചിലപ്പോൾ പാക്കേജസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡോക്കർ കമ്പോസ്. ഡോക്കർ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഡോക്കർ കമ്പോസ്. അപ്പോൾ ഡോക്കർ കമ്പോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഗോയിൽ എഴുതിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു 31,000 സ്റ്റാർസ് ഉണ്ട് ഗിറ്റ്ഹബിൽ. വേണമെങ്കിൽ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ബേസിക്കലി ഒരു ഗോ ആപ്ലിക്കേഷനാണ്. 96% ഓഫ് ദ കോഡ് ഗോയിലാണ് എഴുതിയിരിക്കുന്നത്. ഡോക്കർ എന്താന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ദെൻ അതേപോലെ തന്നെയാണ് CLI. ഡോക്കറിൻ്റെ CLI നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഡോക്കർ നമ്മൾ ടെർമിനൽ ടൈപ്പ് ചെയ്ത് ഓരോ ആക്ഷൻസ് നമ്മൾ ഡോക്കർ ആക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത് ആക്ച്വലി ഡോക്കർ CLI-നെയാണ്. ഈ ഡോക്കറിൻ്റെ CLI-യും ഗോയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കാണിക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് ബേസ് ക്ലോൺ ചെയ്യുക. ദെൻ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ സോഴ്സ് കോഡ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തേക്കണമെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളത് ടെറാഫോം. ടെറാഫോം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡായിട്ട് നമുക്ക് സേവ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ആക്ച്വലി. ഇത് ആക്ച്വലി HashiCorp എന്ന് പറഞ്ഞ കോർപ്പറേഷനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കോഡ് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. ഇതിൻ്റെ 90% ഓഫ് ദ കോഡ്, അതായത് ഓൾമോസ്റ്റ് ആ കോഡ് ഫുൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗോയിലാണ്. അപ്പോൾ ടെറാഫോം ഒരു എന്താ പറയുക ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. ഇത് ബേസിക്കലി നമ്മളിപ്പോൾ AWS ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു കോഡായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ലൈക്ക് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത് ഒരു പ്രാവശ്യം മാത്രം കോഡ് എഴുതിയാൽ മതി. ഇൻഫ്രാസ്ട്രക്ചർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. ജസ്റ്റ് ആ കോഡ് റൺ ചെയ്ത് തന്നെ ഏത് റീജിയനിലും വേണമെങ്കിലും ഡിപ്ലോയ് ചെയ്യാം. ഇപ്പോൾ US നോർത്ത് അമേരിക്ക റീജിയനിൽ ഡിപ്ലോയ് ചെയ്യാം. അതേപോലെ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക്ഹോം റീജിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ അയർലാൻഡ്. ഓരോ റീജിയനിലും ഓരോ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോഡായിട്ട് സൂക്ഷിച്ച് വയ്ക്കണേ. അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു കോഡ് എഴുതിയാൽ മതി. ഇതിനകത്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്ത് തരും. ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഉദ്ദേശിക്കുന്നത് സെർവറുകളാവാം, CDNs ആവാം, അതേപോലെ തന്നെ ഡാറ്റാബേസസ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം.
ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇതിന്റെ കോഡ് ബേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോഴ്സ് കോഡ് ഒന്ന് ക്ലോൺ ചെയ്യുക, ദെൻ ആ സോഴ്സ് കോഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് നാവിഗേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഓൾ. ദെൻ ഇത് പോക്കറ്റ് ബേസ് എന്ന് പറഞ്ഞൊരു ഇത് വളരെ നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ബേസിക്കലി ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം, പക്ഷേ വെബ് ഡെവലപ്മെന്റ് അതല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്മെന്റിനെ പറ്റി കൂടുതൽ ഐഡിയാസ് ഒന്നുമില്ല, പക്ഷെ ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് പോലെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോക്കറ്റ് ബേസ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു ഡാറ്റാ ബേസ് ആണ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാക്ക് എൻഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് APIs ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി APIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡാറ്റ മോഡൽ നമ്മൾ സ്ട്രക്ചർ ചെയ്താൽ മതി. ദെൻ ഫ്രണ്ട് എൻഡിലോട്ട് നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ഉണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജസ്റ്റ് പോക്കറ്റ് ബേസിന് ഇമ്പോർട്ട് ചെയ്തേക്കാണ് ജാവാസ്ക്രിപ്റ്റിൽ. ദെൻ അതിൻ്റെ URL കൊടുത്തിട്ടുണ്ട്. URL കൊടുത്തതിന് ഈ PB എന്ന് പറഞ്ഞ വേരിയബിളിൽ ആക്ച്വലി നമുക്ക് ആ ഡാറ്റാ ബേസ് പോക്കറ്റ് ബേസ് കിട്ടി. ദെൻ പോക്കറ്റ് ബേസിൽ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. അതിൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റിട്രീവ് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റും, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഇൻബിൽട്ട് ആയിട്ട് ഒരു ഓതന്റിക്കേഷൻ ഉണ്ട്. സോ ഓതന്റിക്കേഷൻ വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഫയൽ സ്റ്റോറേജ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ കോഡ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡെമോ ഇപ്പോൾ തന്നെ ഒന്ന് കാണിച്ചു തരാം. വളരെ ഈസിയാണ്. ബേസിക്കലി ഇതൊരു റിയൽ ടൈം ഡാറ്റാബേസ് ആണ്. പക്ഷേ ഇത് പോസ്റ്റ്ഗ്രസ് അല്ലെങ്കിൽ MySQL അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കരുത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡിഫറെൻ്റ് ആണ്. ഫയർ ബേസ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഇത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫയർ ബേസ് ആക്ച്വലി ഒരു റിയൽ ടൈം ഡാറ്റാബേസ് ഫ്രം ഗൂഗിൾ ആണ്. അതിൻ്റെ ഒരു സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ ഫയർ ബേസ് നമ്മൾ പെയ്ഡ് ആണ്, ഇത് പെയ്ഡ് അല്ല. നമുക്ക് നമ്മുടെ സെർവറിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. സോ ഐ വിൽ ബി ഷോയിങ് യു എ ഡെമോ. സോ ലെറ്റ്സ് ഗോ ടു ദ ഡെമോ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് ആക്ച്വലി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത്. ബേസിക്കലി ഈ വെബ്സൈറ്റിൽ പോവാം, pocketbase.io. ഇത് ഓപ്പൺ സോഴ്സ് കോഡാണ്. ഗിറ്റ്ഹബിൽ പോയി കഴിഞ്ഞാൽ കോഡ് കാണാൻ പറ്റും. ഐ വിൽ ഷോ യു ദ ഓക്കെ. സോ ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ബാക്ക് എൻഡ് ഫുൾ ഗോയിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് എൻഡ് എഴുതിയിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതും ഒരു നല്ലൊരു ഫ്രെയിംവർക്കാണ്. 31,000 ഗിറ്റ്ഹബ് സ്റ്റാർസ് ഉണ്ട്. ദെൻ നമുക്ക് അതിൻ്റെ കോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിൽ കോഡിംഗ് ഒന്നുമില്ല. ബേസിക്കലി ഇത് ഡിപ്ലോയ് ചെയ്യുന്നതും ഭയങ്കര ഈസിയാണ്. കാരണം ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സിംഗിൾ ബൈനറി ഫയലാണ്. അത് ജസ്റ്റ് റൺ ചെയ്താൽ മതി. കാരണം നമ്മുടെ തൊട്ട് മുമ്പത്തെ ഗോലാങ് ഫുൾ സീരീസിൽ നമ്മൾ കണ്ടതാണ്. ഗോലാങ് ആക്ച്വലി നമുക്ക് ബിൽഡ് എടുത്ത് കഴിയുമ്പോൾ ഒരു സിംഗിൾ ബൈനറി ഫയൽ ആയിരിക്കും. ആ ബൈനറി ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കോഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഈ പോക്കറ്റ് ബേസ് ഒരു ഗോയിൽ എഴുതിയിരിക്കുന്ന ഒരു കോഡ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഒരു സിംഗിൾ ബൈനറി ആയിരിക്കും. ആ ബൈനറി മാത്രം റൺ ചെയ്യുക, സെർവറിൽ ജസ്റ്റ് റൺ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ആക്സസ് ടു ദ ഫുൾ അഡ്മിൻ പാനൽ ആൻഡ് എവറിത്തിങ്. സോ ഇവിടെ നമുക്കൊരു ന്യൂ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് അതിനൊരു ID കൊടുക്കണം. സോ ഞാനിപ്പോൾ ഇതൊരു ID എന്ന് പറയുന്നത് ID ഫീൽഡ് തന്നെ കൊടുക്കുക. ദെൻ യൂസർ നെയിം. ഓക്കെ, ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. കാരണം ഓക്കെ, കളക്ഷൻസ്. ഓക്കെ, ഐ വിൽ ബി ക്രിയേറ്റിംഗ് എ ന്യൂ കളക്ഷൻ ഹിയർ. അപ്പോൾ കളക്ഷൻ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ഉണ്ടോ, ഞാൻ ഇവിടെ ബ്ലോഗ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് എക്സ്ട്രാ ഡാറ്റാബേസ് ഫീൽഡ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഡാറ്റാബേസ് ക്രിയേഷനും മൈഗ്രേഷൻസും ഒന്നും വേണ്ട. ഡയറക്റ്റ്ലി ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാണ്. ബ്ലോഗിൻ്റെ ഫസ്റ്റ് നമുക്കൊരു ടെക്സ്റ്റ് ഫീൽഡ് ആയിരിക്കും. അതിൻ്റെ പേര് ഹെഡിങ് അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ദെൻ ഒരു നെക്സ്റ്റ് ഫീൽഡ് വേണം. എന്നാണ് ലൈക്ക് ഒരു URL ഫോർ എക്സാമ്പിൾ. ദെൻ URL. ദെൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഡേറ്റ് ഫീൽഡ് കൊടുക്കാം. ദെൻ കണ്ടന്റ്. ഓക്കെ, ഇതെല്ലാം കൊടുത്തിട്ട് നമ്മളിത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു ബ്ലോഗ് എന്ന് പറഞ്ഞ ഡാറ്റാ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ ഡാറ്റാ മോഡലിലോട്ട് പുതിയ ഫീൽഡ്സ് ആഡ് ചെയ്യാം, പുതിയ ഐറ്റംസിനെ ആഡ് ചെയ്യാം. സോ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തത് മോഡലാണ്. മോഡലിന് ഐറ്റംസിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ID എന്ന് പറയുന്നത് 1 2 3. ദെൻ ടൈറ്റിൽ ഫസ്റ്റ് ബ്ലോഗ്. ദെൻ URL നമുക്ക് എന്തുകൊണ്ടും കൊടുക്കാം. ദെൻ ടൈം സെലക്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഫ്രണ്ട് എൻഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിലും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. സോറി. ഓക്കെ. ആക്ച്വലി ഇതിന് നമുക്കൊരു കറക്റ്റ് URL കൊടുക്കേണ്ടി വരും. വാലിഡേഷൻ ഉള്ളതുകൊണ്ടാണ്, ഫ്രണ്ട് എൻഡ് വാലിഡേഷൻ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ.
ഓക്കെ, സംതിങ്സ് റോങ്. ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. പിക്ചേഴ്സ്. ഓക്കെ, കാർസ് ക്രിയേറ്റ് ചെയ്യാം. അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ന്യൂ ഫീൽഡ് നെയിം. ഓക്കെ, അത് മതി. ഇനി ഞാൻ ഒരു പുതിയൊരു കാർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഡാറ്റാബേസിൽ യുണീക്ക് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അതിനെ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഞാനവിടെ ലൈക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഫോക്സ് വാഗൺ. ആക്ച്വലി എക്സാക്ട്ലി 15 വേണം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പുതിയൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഡാറ്റാബേസിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു കളക്ഷൻ. കാർസ് എന്ന് പറയുന്നതാണ് കളക്ഷൻ. ആ കളക്ഷനിലെ ഒരു ഒബ്ജക്റ്റ് ആണ് ഇത്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഹോം പേജിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ കണ്ടില്ലേ കളക്ഷൻസ്. ദെൻ അതിൽ നമ്മൾ ക്യൂർ ചെയ്തെടുത്തില്ലേ. അതേപോലെ തന്നെ നമുക്ക് ഈ കാർസ് എന്ന് പറഞ്ഞ കളക്ഷനിനെ ക്യൂർ ചെയ്യാൻ പറ്റും. ഈ ഐറ്റത്തിനെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് JSON ഫോർമാറ്റിൽ API ആയിട്ടും കിട്ടും. ദെൻ ഇതിൻ്റെ റിയൽ ടൈം ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ ഇവന്റ് പുഷ് ചെയ്യും ഫ്രണ്ട് എൻഡിലോട്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത് വീണ്ടും API റിക്വസ്റ്റ് കൊടുക്കുന്നതിന് പകരം ലൈക്ക് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് തന്നെ സെർവർ സൈഡ് ഇവൻറ്റ്സിനെ പുഷ് ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി നമുക്ക് ഫ്രണ്ട് എൻഡിൽ റിയൽ ടൈം അപ്ഡേറ്റ്സ് കിട്ടും. ഇത് ആക്ച്വലി ഞാൻ പറയുന്നത് വെബ് സോക്കറ്റ് അല്ല. വെബ് സോക്കറ്റ് ടോട്ടലി ഡിഫറെൻറ്റ് തിങ് ആണ്. പക്ഷേ ഇത് വേറെ സെർവർ സൈഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ചെറിയ എന്തെങ്കിലും സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ദിസ് വിൽ ബി ഇനഫ്. പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാനാണെങ്കിലും. പിന്നെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഹ്യൂജ് ഒരു ഡീലല്ല ഇതിൽ. കാരണം ഇതിലൊരു ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് പോക്കറ്റ് ബേസ്. അടുത്ത പറഞ്ഞത് കണ്ടെയ്നർ. ഇത് ഒരു ലൈബ്രറി അല്ല. ഇത് ആക്ച്വലി ഡോക്കറിൻ്റെ ബാക്കിൽ നമ്മൾ യൂസ് ചെയ്യണം. അതിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ് ഇത്. ഞാനിത് ലൈക്ക് കോഡ് ക്ലോൺ ചെയ്യുക. ദെൻ ഈ കോഡ് എങ്ങനെയാണ് ചെയ്തേക്കണെന്നുള്ള ഗോയുടെ കസ്റ്റംസും അതിൻ്റെ അഡ്വാൻസ് കൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ വെബ് സോക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കാരണം ഇപ്പോൾ ഉള്ള വെബ്സൈറ്റ്സ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ രണ്ടാമത് വെബ്സൈറ്റ് റീലോഡ് ചെയ്യാതെ തന്നെയാണ് നമുക്ക് അതിൽ അപ്ഡേറ്റ്സ് വരുന്നത്. അതെങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് എൻഡിൽ കൂടെ നമ്മുടെ ഫ്രണ്ട് എൻഡ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി കുറേ HTTP റിക്വസ്റ്റ് സെർവറിലോട്ട് പോകുന്നുണ്ട്. ആ സെർവറിൽ നിന്ന് റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് തിരിച്ചു വരും. അതാണ് നോർമൽ വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സെർവർ ക്ലയൻറ്റ് ആൻഡ് സെർവർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം. ദെൻ ഈ വെബ് സോക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് ആൻഡ് സെർവർ അല്ല, റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് മെക്കാനിസം. വെബ് സോക്കറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് സെർവറിലോട്ട് കൊടുക്കും. ദെൻ ഒരു റെസ്പോൺസ് വരും. പക്ഷേ അങ്ങനെയാണ് നോർമലി വർക്ക് ചെയ്യുന്നത്. പക്ഷേ വെബ് സോക്കറ്റിൽ അങ്ങനെയല്ല വർക്ക് ചെയ്യണത്. ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈപ്പ് പോലെ ഒരു ബൈഡയറക്ഷണൽ കണക്ഷൻ ക്ലയൻറ്റും സെർവറും തമ്മിൽ ഇനിഷ്യേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ് ബ്രൗസർ ആയിരിക്കും. ഇപ്പം എൻ്റെ കേസിൽ സഫാരി ബ്രൗസറാണ്. ചിലപ്പോൾ അത് ക്രോം ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ക്ലയൻറ്റും സെർവറും തമ്മിൽ ഒരു ബൈഡയറക്ഷണൽ കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ദെൻ അതൊരു ആക്ച്വലി ഒരു പൈപ്പ് പോലെ ആക്ട് ചെയ്യും. ഈ പൈപ്പിൽ കൂടെ നമുക്ക് ഡാറ്റ ബൈഡയറക്ഷണലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലയൻറ്റിൽ നിന്ന് ഡാറ്റ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെർവറിൽ നിന്ന് റെസ്പോൺസ് തിരിച്ചു വരാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ലൈക്ക് ഇപ്പം നമ്മളൊരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കോർ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ എപ്പോഴും റീഫ്രഷ് ചെയ്യണില്ല. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെബ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാക്കേജാണ് ഇത്, ഗൊറില്ല വെബ് സോക്കറ്റ്. ഇതും ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഈ റിപ്പോസിറ്ററി പോവാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇതൊരു പോപ്പുലർ പ്രോജക്റ്റ് ആണ്. 20,000 സ്റ്റാർസ് ഉണ്ട് ഇതിന്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ബ്ലോക്ക് ചെയിൻ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിറ്റ്കോയിൻ, എതേറിയം ഇങ്ങനെയുള്ള ഓരോ കോയിൻസും കറൻസീസും മാത്രമല്ല, അതിൻ്റെ ബാക്ക് എൻഡ്. അപ്പോൾ നമ്മളതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഫ്ലക്ച്വേഷനും മാർക്കറ്റ് പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതെങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് എതേറിയം.
എതേറിയം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ, ഇതാണ് എന്താ പറയുക, ബിറ്റ് കോയിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ബ്ലോക്ക് ചെയിൻ ടോപ്പ് നിൽക്കുന്നതാണ് എതേറിയം. അപ്പോൾ എതേറിയത്തിലാണ് ആക്ച്വലി വെബ് കോൺട്രാക്ട്സും ഇങ്ങനെയുള്ള പുതിയ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വന്നിരിക്കുന്നത്. ബിറ്റ് കോയിനിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. വാല്യൂ സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ പർപ്പസാണ് ബിറ്റ് കോയിൻ ചെയ്യുന്നത്. പക്ഷേ എതേറിയത്തിലാണ് സ്മാർട്ട് കോൺട്രാക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ കോർ കൺസെപ്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ വൈറ്റ് പേപ്പർ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഗോ എതേറിയം എന്ന് പറഞ്ഞ ഈ റെപ്പോസിറ്ററി. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഗോ ഉപയോഗിച്ചിട്ട് ഈ ബ്ലോക്ക് ചെയിൻ ആ ഒരു കൺസെപ്റ്റ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഫോർ എതേറിയം. ഇത് അതിൻ്റെ ഒഫീഷ്യൽ ഗോ എതേറിയം എന്ന് പറയുന്നതാണ് എതേറിയത്തിൻ്റെ ഒഫീഷ്യൽ എന്താ പറയുക ക്ലയൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ, ഒഫീഷ്യൽ ഇംപ്ലിമെന്റേഷൻ, വൺ ഓഫ് ദ ഒഫീഷ്യൽ ഇംപ്ലിമെന്റേഷൻ, ടോപ്പ് ആൻഡ് ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് ജിയത്ത്, അതായത് ഗോ എതേറിയം. അപ്പോൾ ഇതിന്റെ കോഡ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽസ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ചാനൽസും കോറോട്ടീൻസും ഒക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചേക്കണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കിട്ടും. സോ ഇത് ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഓക്കെ, ഇത് ഡിജിറ്റൽ ഓഷൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, പ്ലാറ്റ്ഫോം പ്രൊവൈഡർ ആണ്. AWS ഒക്കെ പോലെ തന്നെ ഒരു ലൈക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ പ്ലാറ്റ്ഫോമിലുള്ള നമുക്ക് എന്താ പറയുക ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് സെർവേഴ്സ് ആണ്. ദെൻ ഫങ്ഷൻസ്, കുബർനെറ്റീസ്, ഡാറ്റാബേസസ്, ഇതെല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വഴി നമുക്ക് ആ വെബ്സൈറ്റ് വഴിയും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അവരുടെ ഒരു CLI ആപ്ലിക്കേഷൻ ഉണ്ട്, CLI ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ CLI ആപ്ലിക്കേഷൻ ഫുൾ ഗോയിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതും ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് CLI ബേസ്ഡ്, കമാൻഡ് ലൈൻ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എന്താ പറയുക ബെസ്റ്റ് പ്രാക്ടീസസ് എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആവാൻ പറ്റും. ഓക്കെ, ദെൻ ഊബർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഗോ കമ്മ്യൂണിറ്റിയിലോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഗിറ്റ്ഹബ് പേജിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് റെപ്പോസിറ്ററീസ് ഉണ്ട്, ഒരുപാട് ഗോ പാക്കേജസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ നെറ്റ്ഫ്ലിക്സും അതേപോലെ തന്നെ ഇവിടെയും ഒരുപാട് പോപ്പുലർ ഗോ പാക്കേജസ് അവൈലബിൾ ആണ്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുബർനെറ്റീസ് എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോ സർവീസസ് ആണ് ബേസിക്കലി. നമ്മൾ ഒരു സെർവറിൽ നമ്മൾ കോഡ് സെർവറിൽ ഡിപ്ലോയ് ചെയ്യുന്നു, ദെൻ ആ സെർവറിലോട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന റെസ്പോൺസ് വരുന്നു. അതാണ് നോർമൽ രീതി എന്ന് പറയുന്നത്. തന്നെ നമുക്കത് മൈക്രോ സർവീസ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. മൈക്രോ സർവീസ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് വൺ സെർവർ നമുക്കൊരു പൂൾ ഓഫ് സെർവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പൂൾ ഓഫ് സെർവേഴ്സിൽ നമ്മൾ ഓരോ ഡോക്കർ കണ്ടെയ്നറിനായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ റിക്വസ്റ്റിന്റെ എണ്ണം ഒരുപാട് കൂടാണെന്ന് വിചാരിക്കാം. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മളെല്ലാവരും നെറ്റ്ഫ്ലിക്സിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെ ആൾക്കാരുടെ എണ്ണം ഒരുപാട് യൂസേഴ്സ് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, പുതിയ സെർവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാല്ലേ, പുതിയ റിക്വസ്റ്റിനെ സെർവ് ചെയ്യാൻ വേണ്ടി പുതിയ സെർവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു പൂൾ ഓഫ് സെർവേഴ്സ് ഉണ്ടാവും. ആ പൂൾ ഓഫ് സെർവേഴ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡോക്കറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ഡോക്കർ ഇൻസ്റ്റൻസസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ക്ലസ്റ്റർ ബേസ്ഡ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂളാണ് കുബർനെറ്റീസ് എന്ന് പറയുന്നത്. ഇതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗോയിലാണ്. അപ്പോൾ ഇത് മൈക്രോ സർവീസസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക്, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഗ്രഫാന എന്ന് പറയുന്നത് ഒരു വിഷ്വലൈസേഷൻ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഡാറ്റ എങ്ങനെയാണ് പല രീതിയിലുള്ള ഡാറ്റാസിനെ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് നല്ല ഗ്രാഫിക്കൽ മാനറിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുമിച്ചുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ബാക്ക് എൻഡ് ഗോയിലാണ്. നിങ്ങൾക്കൊരു വെബ് ആപ്ലിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോഡ് ബേസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി WebRTC ആണ്. WebRTC എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ലൈക്ക് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ സ്ട്രീമിംഗ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. സോ ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് പ്യുവർ ഗോ ഇംപ്ലിമെൻറ്റേഷൻ ആണ് WebRTCയുടെ. ദെൻ നെക്സ്റ്റ് ഇതൊരു ഊബർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജാണ് ഗോവിൻ്റെ സാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് ബേസിക്കലി ലോഗിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ദിസ് ഔട്ട്. ദെൻ ലൈവ് ഗോ, ഇത് ആക്ച്വലി ഒരു നല്ലൊരു ടൂളാണ്. ബേസിക്കലി ലൈവ് വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന
നിങ്ങൾക്ക് ഒരു ലൈവ് വീഡിയോ സ്ട്രീമിംഗ് ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഡ് ബേസിൽ. ഇത് ഓപ്പൺ സോഴ്സ് ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം ലൈവ് വീഡിയോസ് സ്ട്രീമിംഗ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. ദെൻ ഓക്കെ, ഇത് ഗോകിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലൈബ്രറീസിൻ്റെ ഒക്കെ ഒരു കളക്ഷനാണ്. ഇത് ഞാൻ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ വെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ഒരു GUI ആപ്ലിക്കേഷനാണ്. GUI ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത സെർവേഴ്സിനെ പറ്റിയാണ്. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ലാപ്ടോപ്പ് തുറന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയും, ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ സഫാരി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്, ദെൻ ഇവിടെ മുകളിൽ ഫയൽസ് ഉണ്ട്, അതേപോലെ ഓപ്ഷൻസ് ഉണ്ട്, ദെൻ അതിൽ ഓരോ ബട്ടൺസ് ഉണ്ടാവും. ആ ബട്ടൺസിൽ ഓരോ ബട്ടൺസും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ആക്ഷൻസ് സംഭവിക്കും. അതാണല്ലോ ഒരു നോർമൽ GUI എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി എല്ലാ GUI നമ്മൾ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ വെച്ചിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മാക്കിലാണെങ്കിൽ അതിൻ്റെ എക്സ്കോഡും അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിൻഡോസിലാണെങ്കിൽ വിൻഡോസിൻ്റെ .NET കോർ അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വെയിൽസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊപ്പറേറ്ററി സംഭവങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി വെബ് ടെക്നോളജീസ് യൂസ് ചെയ്യാം. ഫ്രണ്ട് എൻഡ് ഇൻ റിയാക്ട്, ആംഗുലർ ആൻഡ് Vue.js, അതല്ലെങ്കിൽ എന്ത് HTML വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട് എൻഡ് എഴുതാം, അതിൻ്റെ ബാക്ക് എൻഡ് ഗോയിലും എഴുതാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ബിൽഡ് ചെയ്തിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ആ ആപ്ലിക്കേഷൻ ഒറ്റ സിംഗിൾ ഗോ ബൈനറി ഫയലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വേറൊരാൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരൊറ്റ ബൈനറി ഫയൽ മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ ഡിപ്പെൻഡൻസീസും ഗോയിൽ കമ്പൈൽ ചെയ്ത് ഒരു സിംഗിൾ ബൈനറി ഫയലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ആ ബൈനറി ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആ GUI ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. സോ ഇതിൻ്റെ എക്സാമ്പിൾ ഡോക്യുമെന്റേഷൻ നോക്കി ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്, ലൈക്ക് സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഇൻ ഗോ. അപ്പോൾ ലൈക്ക് നിങ്ങൾക്കൊരു GUI ആപ്ലിക്കേഷൻ അങ്ങനത്തെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ജസ്റ്റ് ഗോ ടു ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇത് അതിൻ്റെ GitHub റെപ്പോസിറ്ററീസ് ആണ്. ഓക്കെ, ദെൻ ഗോ മൈക്രോ, ഇതൊരു മൈക്രോ സർവീസ് ഫ്രെയിംവർക്ക് ആണ്. ബേസിക്കലി എന്താ പറയുക, മൈക്രോ സർവീസസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണ്. ലൈക്ക് നമ്മൾ നോർമലി ഒരു സെർവറിലാണല്ലോ കോഡ് ഡിപ്ലോയ് ചെയ്യുന്നത്, അതിൻ്റെ ആ സെയിം സെർവർ റിക്വസ്റ്റ് വരുന്ന റെസ്പോൺസ് ഹാൻഡിൽ ചെയ്യുന്നു. അത് പക്ഷെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു യൂസറിൻ്റെ റിക്വസ്റ്റ് വരുന്നത് യൂസർ റിലേറ്റഡ് APIs എല്ലാം നമുക്ക് ഒരു സർവീസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ദെൻ യൂസർ അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ മാർക്കറ്റിംഗ്, അതല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേറൊരു സർവീസിൽ തന്നെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ മൈക്രോ സർവീസസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്ക് ആണിത്. പക്ഷേ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്കിപ്പോൾ ജിൻ വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഗോ റെഡിസ്, ഇത് റെഡിസ് ഡാറ്റാബേസ് ക്യാഷേയിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ക്യാഷ് മെമ്മറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിസ് യൂസ് ചെയ്യാൻ പറ്റും, റെഡിസ് ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റും. റെഡിസ് ഡാറ്റാബേസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഡാറ്റ മൊത്തം സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലായിരിക്കും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു നല്ല ട്രാഫിക്കുള്ള ഒരു വെബ്സൈറ്റിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് എൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ഡാറ്റാബേസിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് റിട്രീവ് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ഡിലേ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഡാറ്റ എന്തിൽ സ്റ്റോർ ചെയ്യും, റെഡിസ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. റെഡിസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ മെമ്മറി ഡാറ്റാബേസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റെഡിസ് ഗോ പാക്കേജ്. പക്ഷെ അതിൻ്റെ റെഡിസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ റെഡിസ് ആസ് എ സർവീസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഓക്കെ, ഇപ്പോൾ ഓക്കെ, ഇതെന്ന് പറയുന്നത് ടൈനിഗോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സെർവേഴ്സിൽ മാത്രമല്ല, സെർവേഴ്സിൽ നമ്മുടെ ലാപ്ടോപ്സ് അഥവാ PCs മാത്രമല്ല, നമുക്ക് മൈക്രോ കൺട്രോളർ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ആണെന്ന് വിചാരിക്കാം. ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ടൈനി കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഒരു 64 അല്ലെങ്കിൽ 64 KB ഓർ 1 MB അതിൽ താഴെ മെമ്മറിയുള്ള മൈക്രോ കൺട്രോളേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടൈനിഗോ. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് കൺകറൻസിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ലൈക്ക് നോർമലി ഇപ്പോൾ ഈ ഒരു ഏരിയ ഡോമിനേറ്റ് ചെയ്യുന്നത് C പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ സിക്ക് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഗോ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു നല്ലൊരു പാക്കേജ് ആണത്. അപ്പോൾ ലൈക്ക് ഈ ഒരു എക്സാമ്പിൾ കാണുന്ന പോലെ നമുക്കൊരു LED നമുക്ക് ഓൺ ആക്കണം, തന്നെ ഓഫ് ആക്കണം. സോ അതിന് നമുക്ക് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. LED ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്ത് തന്നെ അത് കോൺഫിഗർ ചെയ്യുക.
ഔട്ട്പുട്ട് ആണോ ഇൻപുട്ട് ആണോ എന്നുള്ളത് കോൺഫിഗർ ചെയ്ത് തന്നെ അതിൻ്റെ ഡിലേ കൊടുക്കുക. സോ ഇറ്റ്സ് ബേസിക്കലി LED ബ്ലിങ്കിങ് ആപ്ലിക്കേഷൻ. സോ ഇതുപോലെ തന്നെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു ബ്ലൂടൂത്ത് ലോ എനർജി ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഇതൊരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ടെർമിനലിൽ തന്നെ ടെർമിനലിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു പവർ പോയിന്റ് പോലെ സ്ലൈഡ്സ് ഷോ ചെയ്യാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ല, ആക്ച്വലി ഒരു ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ദെൻ മേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നല്ലൊരു ടൂളാണ്. ഞാനിത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ പല ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമുക്ക് ഒരുപാട് കമാൻഡ് ലൈനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലേ. ഇപ്പോൾ ഗോ തന്നെ എടുക്കുകയാണെങ്കിൽ ഗോയിൽ നമുക്ക് ഗോ ബിൽഡ് ചെയ്യണം, ദെൻ ഗോ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യണം, അതിൻ്റെ ഡിപ്പെൻഡൻസീസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോജക്റ്റിന്റെ റൂട്ട് ഫോൾഡറിൽ magefile.go എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ദെൻ മേജ് ഇൻസ്റ്റാൾ ചെയ്യണം ഓഫ് കോഴ്സ്. അതുകഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് മേജ് ദെൻ ആ ഒരു കമാൻഡ് കൊടുത്താൽ മതി. നമുക്ക് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാവരും നമുക്ക് അതിൽ ഓരോ ഗോ ഫങ്ഷൻസ് ആയിട്ട് എഴുതി വയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ഗോ ഡിപ്ലോയ്, ലൈക്ക് ഗോന്റെ കോഡ് നമുക്ക് ഡിപ്ലോയ് ചെയ്യണം സെർവറിലോട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു സെർവറിൽ ലോഗിൻ ചെയ്യുന്നു, ദെൻ അതിൻ്റെ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ കോഡ് കമ്പൈൽ ചെയ്യുന്നു, അതിൻ്റെ ബൈനറി ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ നമുക്ക് അതിന് മുമ്പായിട്ട് ടെസ്റ്റ് കേസസ് എല്ലാം റൺ ചെയ്യണം, കവറേജ് ചെക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സുകളും ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഒറ്റ ഫംഗ്ഷനിൽ നമുക്ക് എഴുതി വയ്ക്കുക. ദെൻ മേജ് ഡിപ്ലോയ് എന്ന് നമ്മൾ ടെർമിനലിൽ ടൈപ്പ് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഗോ ഫംഗ്ഷൻസ് വെച്ചിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി മേക്ക് ഫയലിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആണ്. മേക്ക് ഫയൽ യൂസ് ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. മേക്ക് ഫയൽ അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഗോ അറിയാവുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ മേജ് ഫയലിൻ്റെ തന്നെ മേജിന്റെ തന്നെ റെപ്പോസിറ്ററിയിൽ ഒരു മേജ് ഫയൽ ഉണ്ട്, അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾ ഉണ്ടോ, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ആ ഫംഗ്ഷനിൽ ഇൻസ്റ്റാൾ. സോ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ റൂട്ട് ഡയറക്ടറിയിൽ, ഈ പ്രോജക്റ്റിന്റെ റൂട്ട് ഡയറക്ടറിയിൽ മേജ് ദെൻ ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണോ അത് എക്സിക്യൂട്ട് ആവും. ഇതിന്റെ ഏറ്റവും അവസാനം കണ്ടില്ലേ, ഒരു SH ദെൻ റൺ V, ദെൻ അതിൽ നമ്മളൊരു കമാൻഡ് കൊടുത്തേക്കാണ്. കമാൻഡ് ഗോ കമാൻഡ് ദെൻ ബിൽഡ് ഔട്ട്പുട്ട് പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക്കലി ഒരു കമാൻഡ് ആണ്, ഗോ സ്പേസ് ബിൽഡ് ദെൻ ഔട്ട്പുട്ട് ഫോൾഡർ. നമ്മൾ ടെർമിനൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ SH ഡോട്ട് റൺ V എന്ന് പറഞ്ഞാൽ അതിൻ്റെ എറേഴ്സ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒപ്പം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയാണ് റൺ V എന്ന് കൊടുത്തേക്കുന്നത്. SH എന്ന് പറയുന്നത് ഷെല്ലാണ്. ഷെല്ലിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മേജിന്റെ തന്നെ ഒരു സബ് പാക്കേജ് ആണ് ഷെൽ പാക്കേജ്. അപ്പോൾ ഷെൽ പാക്കേജ് വെച്ച് നമുക്ക് കമാൻഡ് ലൈനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എന്ത് കാര്യം നമുക്കിവിടെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ കണ്ടില്ലേ, റിലീസ്. സോ ഈ ഒരു പാക്കേജിന് ഈ ഡെവലപ്പർ റിലീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ മേജ് ഫയലിലെ ഈ റിലീസ് എന്ന് പറഞ്ഞ ഗോ ഫംഗ്ഷൻ ആണ്. സോ ഇത് ബേസിക്കലി ഒരു ഗോ ഫംഗ്ഷൻ ആണ്, പക്ഷേ ഇതിൽ നമുക്ക് മെയിൻ പാക്കേജ് ആണ്, പക്ഷെ നമുക്ക് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കാണാൻ പറ്റില്ല. അതിന് പകരം മൾട്ടിപ്പിൾ ഗോ ഫങ്ഷൻസ് ആണ്. ഓക്കെ, പിന്നെ ഇത് ഇത് ആക്ച്വലി ഒരു ഇവന്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇവന്റ് ഡ്രിവൺ റൺ ടൈമിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് ആണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ ചെക്ക് ഇറ്റ് ഔട്ട്. ഇവന്റ് ഡ്രിവൺ ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ നാറ്റ് സെർവറും അതുപോലെ തന്നെയാണ്. ഇതൊരു മെസ്സേജിങ് ടൂളാണ്, ബേസിക്കലി റിട്ടേൺ ഇൻ ഗോ. ഇത് ഗോ ലൈബ്രറി അല്ല, ഇതൊരു നാറ്റ് സെർവർ ഇംപ്ലിമെന്റേഷൻ ആണ്, റിട്ടേൺ ഇൻ ഗോ. പക്ഷേ ഇതിന്റെ കോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഓൾ. ദെൻ സോ ഇതും ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് സ്റ്റോറേജ് ആണ്. ഇത് ലൈക്ക് നമ്മൾ നേരത്തെ കണ്ട പോക്കറ്റ് DBയിൽ യൂസ് ചെയ്യുന്നത് ഈ ഡാറ്റാബേസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ട്രാഫിക് എന്ന് പറയുന്നത് മൈക്രോ സർവീസ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. ഇത് ഇപ്പോൾ നിങ്ങളുടെ
കോഡ് ലൈക്ക് മൈക്രോ സർവീസ് ആർക്കിടെക്ചറിലാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രാഫിക് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് ഗോൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അത് ഗോ മാത്രമല്ല, ഇപ്പോൾ വേറെ ഏത് ലാംഗ്വേജിൽ എഴുതിയ കോഡാണെങ്കിൽ നമുക്ക് ട്രാഫിക് വെച്ച് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി എൻജിനെക്സ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക്, ആ ലെവലിൽ വർക്ക് ചെയ്യണവർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫൈബർ ജിന്ന് പോലെ തന്നെ ഒരു വേറൊരു ഫ്രെയിം വർക്കാണ്. ഇതും ചെക്ക് ചെയ്യാവുന്നതാണ്. ബേസിക്കലി സെയിം ആണ്. നമ്മളിപ്പോൾ ഒരു ജിന്ന് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്കിത് മിസ് ഔട്ട് ആവണില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. കോബ്ര ആക്ച്വലി വെരി യൂസ്ഫുൾ പാക്കേജ്. ഇത് നമുക്ക് കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ലൈക്ക് നമുക്കൊരു കമാൻഡ് ലൈൻ ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. UI വേണ്ട, സെർവർ ഡിപ്ലോയ്മെന്റ് വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു കമാൻഡ് ലൈൻ ആപ്ലിക്കേഷൻ. അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൂളാണ് കോബ്ര. ദെൻ GRPC ബേസ്ഡ്, ഇത് ആക്ച്വലി ഗോൻ്റെ ഒരു പാക്കേജാണ് GRPC. പക്ഷെ GRPC നിങ്ങൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജസിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻ ആണിത്, GRPC ഗോ പാക്കേജ്. ഇതിൽ നമ്മൾ റെസ്റ്റ് APIക്ക് പകരം ബൈനറി ഡാറ്റ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്കലി ജസ്റ്റ് ഗോ ടു ദ എക്സാമ്പിൾ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. GRPC ബേസ്ഡ് പ്രോജക്ട്സ് വർക്ക് ചെയ്യണവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ ഓൾറെഡി അറിയാവുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. ദെൻ വേറെ 1-2 കാര്യങ്ങൾ വിട്ടു. ഇത് ദെൻ AWSൻ്റെ ലാംഡാസ് ഉണ്ട്. AWS ലാംഡ AWSൻ്റെ ലാംഡാസിൽ നമുക്ക് ഗോനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ടൂൾ ഇതാണ്. ബേസിക്കലി നമ്മൾ ജിന്നിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഇത് സിമ്പിൾ 10 ലൈൻ കോഡ് തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ഉദ്ദേശിച്ച് മനസ്സിലായിട്ടുണ്ടാവും. ലാംഡനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഹലോ. ദെൻ ആ ഫംഗ്ഷന് lambda.startൽ ഇൻവോക്ക് ചെയ്യാനായിട്ട് ആ ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കുക. ദെൻ അത് വർക്ക് ചെയ്തോളും. ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് ആണ്. ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ജിന്ന് ഇവിടെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ ബേസിക്കലി ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. ദെൻ നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ജിന്നിൻ്റെ വീഡിയോ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇഫ് യു ലേൺ സംതിങ് ന്യൂ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ ആൻഡ് ഷെയർ it with your friends.